ഹലോ, എല്ലാവർക്കും സ്റ്റഡി വിത്ത് ഫയർ വിങ്സിലേക്ക് സ്വാഗതം. നാളത്തെ ഇംഗ്ലീഷ് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ചില പ്രധാന ആക്ടിവിറ്റീസും കുറച്ച് ഉദാഹരണങ്ങളും കുറച്ച് ഇംഗ്ലീഷ് എക്സാമിനുള്ള ടിപ്സുമാണ് ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. കൂടുതലായിട്ടും 3ാം ക്ലാസ്സിലെ ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ ബാക്കി ക്ലാസ്സുകാർക്കും ഇത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. നാളെ മികച്ച മാർക്ക് നേടാൻ എല്ലാവർക്കും ഈ വീഡിയോ സഹായകമാവട്ടെ. അപ്പോൾ നമുക്ക് ആദ്യം പ്രതീക്ഷിക്കാവുന്ന പ്രധാന ആക്ടിവിറ്റീസ് നോക്കാം. LP ക്ലാസ്സുകളിൽ ഏറ്റവും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണുന്ന ആക്ടിവിറ്റീസ് തന്നെയാണ്. മേജർ ആക്ടിവിറ്റീസ് കോൺവെർസേഷൻ, ആഡ് മോർ ലൈൻസ്, തോട്ട്സ്, ഡിസ്ക്രിപ്ഷൻ, സ്റ്റോറി, ഡയറി. ഇതിൽ പ്രധാന ആക്ടിവിറ്റീസിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി നമ്മുടെ വീഡിയോൻ്റെ അവസാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോൺവെർസേഷനിൽ കൂടുതലായിട്ടും 6 എക്സ്ചേഞ്ചുകളാണ് വരാറുള്ളത്. അതിൽ ഹലോ, ഹായ്, അതുപോലെ ഓ മൈ ഗോഡ് അങ്ങനെയുള്ള ടോക്കിംഗ് ലാംഗ്വേജ് എക്സ്പ്രഷൻസ് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ എല്ലാവരും ശ്രമിക്കുക. അത്തരം വാക്കുകളുടെയൊക്കെ സ്പെല്ലിങ് പഠിച്ചിരിക്കുന്നത് വളരെ ഉപകാരപ്രദമാവും. രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ് ആഡ് മോർ ലൈൻസ്. 3 എല്ലാ ചാപ്റ്ററിലും ഓൾമോസ്റ്റ് വന്നിട്ടുള്ള ആക്ടിവിറ്റിയാണ് ആഡ് മോർ ലൈൻസ്. ആ ഭാഗമൊക്കെ എല്ലാവരും ഒന്നുകൂടി റിവൈസ് ചെയ്യുക. അനിമൽസിൻ്റെ നെയിംസ്, ബേർഡ്സിൻ്റെ നെയിംസൊക്കെ ഒന്നുകൂടി നോക്കി പരീക്ഷയ്ക്ക് പോവുക. അടുത്തതായിട്ട് തോട്ട്സ് ആണ്. തോട്ട്സിൻ്റെ ഒരു മോഡൽ നമ്മുടെ വീഡിയോൻ്റെ അവസാന ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തോട്ട്സിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓ മൈ ഗോഡ്, ഐ ആം സോ സാഡ്, ഐ ആം സോ ഹാപ്പി, അത്തരത്തിലുള്ള എക്സ്പ്രഷൻസൊക്കെ അത്തരത്തിലുള്ള എക്സ്പ്രഷൻസൊക്കെ നിങ്ങൾക്ക് നേരത്തെ തന്നെ പഠിച്ച് തയ്യാറാവുന്നതാണ്. ഇതിലേതെങ്കിലുമൊക്കെ എന്തായാലും നിങ്ങൾക്ക് വരുന്ന ചോദ്യത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും. അടുത്തത് ഡിസ്ക്രിപ്ഷനാണ്. ഡിസ്ക്രിപ്ഷൻ എല്ലാ ക്ലാസ്സിലും ഇപ്പോൾ എക്സാംസിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ദിസ്, ദർ അത്തരത്തിലുള്ള വാക്കുകളൊക്കെ കറക്റ്റായിട്ട് എല്ലാവരും അതിനുവേണ്ടി പഠിച്ചു വയ്ക്കുക. വീഡിയോൻ്റെ അവസാനം ഉൾപ്പെടുത്തിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ എല്ലാവരും നോക്കുക. ദിസ് ഈസ് എ ബുക്ക്, അതുപോലെ ദർ ഈസ് എ ബട്ടർഫ്ലൈ, ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളാണ് കൂടുതലായിട്ട് ഡിസ്ക്രിപ്ഷന് നിങ്ങൾക്ക് എന്തായാലും ഉൾപ്പെടുത്താൻ പറ്റുന്നത്. പിന്നെ സ്റ്റോറിയാണ് വരുന്നത്. സ്റ്റോറി 3 ടെക്സ്റ്റ് ബുക്കിനെ അപേക്ഷിച്ച് എല്ലാ പാഠത്തിലും 2 or 3 സ്റ്റോറി ആക്ടിവിറ്റീസ് വന്നിട്ടുണ്ട്. സ്റ്റോറി മിക്കവാറും ഈ പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ചിത്രങ്ങൾ തന്നിട്ട് അതിനനുയോജ്യമായ വാക്കുകൾ, സെൻറ്റൻസുകൾ എടുത്തെഴുതാനോ, അതല്ലെങ്കിൽ ഈവൻസ് ക്രമത്തിലാക്കാനോ, അതല്ലെങ്കിൽ പിക്ചർ തന്നിട്ട് സ്റ്റോറി എഴുതാനോ തന്നെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അടുത്തത് ഡയറിയാണ്. 4th യൂണിറ്റിലൊരു ഡയറി ആക്ടിവിറ്റിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 6 നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന മേജർ ആക്ടിവിറ്റീസ്. ഇതൊക്കെ വന്നാൽ നിങ്ങൾ കുറച്ച് പ്രിപ്പയർ ആയി പോയാൽ തന്നെയാണ് കുറച്ചധികം എഴുതാൻ കിട്ടുള്ളൂ. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനെ ഫേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ക്ലാസ്സിൽ പഠിച്ച ഇത്തരം ആക്ടിവിറ്റീസ് 1-2 തവണ നന്നായിട്ട് എല്ലാവരും എഴുതി നോക്കുക. എഴുതി നോക്കിയാൽ അത്തരത്തിലുള്ള വേർഡ്സ് എക്സാം ഹാളിലും നിങ്ങൾക്ക് കൂടുതൽ എഴുതാൻ കിട്ടും. നമ്മുടെ വീഡിയോൻ്റെ അവസാനം ഇത്തരത്തിലുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും കണ്ടു നോക്കുക. അതൊന്നുകൂടി വീണ്ടും എഴുതി നോക്കുന്നത് നിങ്ങൾക്ക് നാളെ എക്സാമിന് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. ഇനി കുറച്ച് മൈനർ ആക്ടിവിറ്റീസ് കൂടി എന്തൊക്കെയാണ് പ്രതീക്ഷിക്കാവുന്നതെന്ന് നോക്കാം. 3rd യൂണിറ്റിൽ റെസിപ്പീസ് വരുന്നുണ്ട്. ഫ്രൂട്ട് സാലഡിൻ്റെ റെസിപ്പി, അതുപോലെ വെജിറ്റബിൾ സാലഡിൻ്റെ റെസിപ്പി വരാൻ സാധ്യതയുണ്ട്. പിന്നെ റിഡിൽസ് ആണുള്ളത്. അനിമൽസിനെ കുറിച്ചുള്ള റിഡിൽസ്. 4th യൂണിറ്റിൽ ക്ലൗഡ്, റെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള റിഡിൽസൊക്കെ വരുന്നുണ്ട്. ആ റിഡിൽസൊക്കെ എല്ലാവരും നന്നായി നോക്കി പോവുക. അവസാനം ഹു ആം ഐ എന്നുള്ള രീതിയിൽ 4 ലൈൻസ് ആയിട്ട് വരുന്ന റിഡിൽസ് എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. പിന്നെ പസിൽസാണ്. പസിൽസിന് കൂടുതലായിട്ടും വരാൻ സാധ്യത ഓരോ യൂണിറ്റിൻ്റെയും അവസാന ഭാഗത്ത് കുറേ ന്യൂ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ആ ന്യൂ വേർഡ്സ് നന്നായി നോക്കി പോവുക. പ്രത്യേകിച്ച് ക്രിസ്മസ് എക്സാമിന് 3ാമത്തെയും 4ാമത്തെയും യൂണിറ്റിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ഭാഗത്തെ ന്യൂ വേർഡ്സും അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നതും നന്നായി നോക്കുക. അത് തന്നെ ചിലപ്പോൾ പസിലിന് ക്ലൂ ആയി തന്ന് പദപ്രശ്നം പോലെ പസിൽ പൂരിപ്പിക്കാനുള്ള ചോദ്യം വരാം. പിന്നെ എബൌട്ടാണ്. എബൌട്ട് ക്വസ്റ്റ്യനിൽ നിങ്ങളുടെ ഫേവറേറ്റ് പെറ്റിനെ കുറിച്ചോ, അല്ലെങ്കിൽ ഒരു ഫ്ലവറിനെ കുറിച്ചോ, ഏതെങ്കിലും ഒരു ബേർഡിനെ കുറിച്ചോ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ എഴുതാൻ വേണ്ടി വരാം. പിന്നെ പോസ്റ്ററാണ്. പോസ്റ്റർ 3 ടെക്സ്റ്റ് ബുക്കിൽ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ സ്ലോഗൻസ് പഠിക്കാനുണ്ട്. സേവ് നേച്ചർ, സേവ് വാട്ടർ അങ്ങനെയൊക്കെയുള്ള സ്ലോഗൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുതന്നെ ഒരു പോസ്റ്ററാക്കി എഴുതുന്ന രൂപത്തിലും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന പ്രധാന ആക്ടിവിറ്റീസ്. എല്ലാവരും ഈ ആക്ടിവിറ്റീസൊക്കെ നന്നായി നോക്കി പോവുക. ഇനി കുറച്ച് മോഡൽസ് കൂടി ഉണ്ട്. ഇതെല്ലാവരും നന്നായി എഴുതി പഠിക്കുകയാണെങ്കിൽ നാളെ തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. അതുപോലെ ന്യൂ വേർഡ്സ് പഠിക്കുക. കൂട്ടുകാർക്ക് എല്ലാവർക്കും നാളത്തെ എക്സാം നല്ല എളുപ്പമാവും. പിന്നെ ടെൻഷൻ കൂടാതെ എല്ലാവരും എക്സാമിനെ ഫേസ് ചെയ്യുക.
എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള വിശേഷങ്ങൾ നാളെ എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു. കൂടുതൽ ഇത്തരം വീഡിയോസിനായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കീപ് വാച്ചിങ്.